ഹലോ, എല്ലാവർക്കും ദ ഗോൾഡൻ ജാറിലേക്ക് സ്വാഗതം. ഇപ്പം എല്ലാവരും ഹോം ഡെക്കോറിന് കൂടുതലും പ്രിഫർ ചെയ്യുന്നത് ഷോ പീസസ് അല്ലേ. അപ്പോൾ നമുക്കിന്നൊരു ഷോ പീസ് ഉണ്ടാക്കി നോക്കിയാലോ. ഇതാ ഇങ്ങനത്തെ. അപ്പോൾ ഈ ഷോ പീസ് ഞാൻ പേപ്പർ ക്ലേ യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ എന്താണ് പേപ്പർ ക്ലേ എന്ന് നമുക്ക് നോക്കാം. എങ്ങനെയാണ് ഈ പേപ്പർ ക്ലേ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ ആദ്യം പറഞ്ഞുതരാം. അപ്പോൾ ന്യൂസ് പേപ്പർ എല്ലാവരെയും വീട്ടിൽ കാണുമല്ലോ. കുറച്ച് ന്യൂസ് പേപ്പർ എടുക്കുക, അതായത് ഇതുപോലെ കട്ട് ചെയ്യാം. അപ്പോൾ ഇതാ ഞാൻ എടുത്ത ന്യൂസ് പേപ്പറെല്ലാം ഞാൻ നന്നായി കട്ട് ചെയ്തു. ഇനി നമ്മൾ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് ഈ ന്യൂസ് പേപ്പറെല്ലാം ഈ വെള്ളത്തിലിട്ട് വയ്ക്കണം. നന്നായി സോക്ക് ചെയ്യാൻ വയ്ക്കണം. ഇനി നമ്മൾ ഈ വെള്ളത്തിലിട്ട് വെച്ച ന്യൂസ് പേപ്പർ മിനിമം 24 മണിക്കൂറെങ്കിലും ഇതിൽ കിടന്ന് കുതിരണം. അപ്പോൾ അതവിടെ കിടന്ന് കുതിരട്ടെ. നമുക്ക് 24 മണിക്കൂർ കഴിഞ്ഞ് കാണാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ നന്നായി കുതിർന്ന ആ ന്യൂസ് പേപ്പർ ഒരു മിക്സിയിലിട്ട് നന്നായി അരച്ചെടുക്കണം. അപ്പം അത് ചെയ്യാം. ഇപ്പോൾ നന്നായി ഞാനിത് അരച്ചെടുത്തു. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. അതിനുശേഷം ഈ പേപ്പറിൽ നിന്ന് ഈ വെള്ളമെല്ലാം മാറ്റണം. അപ്പോൾ നമ്മളിത് നന്നായി പിഴിഞ്ഞെടുക്കണം. ഞാനിത് കൈകൊണ്ടാണ് പിഴിഞ്ഞത്. പക്ഷെ ഒരു തോർത്തിലൊക്കെയാണ് നമ്മളിത് ഒഴിച്ചു വെച്ചാൽ നമുക്ക് ഈസിയായി വെള്ളം വാർന്ന് കിട്ടും. അപ്പോൾ ഞാൻ എൻ്റെ ന്യൂസ് പേപ്പറിൽ നിന്ന് വെള്ളമൊക്കെ കളഞ്ഞ ഒരു വിധം ഈ പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ചുകൂടി പണിയുണ്ട്. ഇനി നമ്മൾ അടുത്തതൊരു പാത്രം എടുക്കണം. നമ്മൾ അധികം ഉപയോഗിക്കാത്ത ഒരു പഴയ പാത്രം എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഇതിലേക്ക് ഞാനൊരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കുകയാണ്. അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഞാൻ ആഡ് ചെയ്യാണ്. ഇനി സ്റ്റവ് ഓൺ ചെയ്യാം. എന്നിട്ട് ഇത് ഇങ്ങനെ നന്നായി ഇളക്കി കൊടുക്കുക. അതോടൊപ്പം നമ്മൾ നേരത്തെ എടുത്തു വെച്ച് നമ്മുടെ ന്യൂസ് പേപ്പർ ഇതിലേക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം ഒരു 2-3 മിനിറ്റ് ഇത് നന്നായി മിക്സ് ചെയ്യാം. അപ്പോൾ നമുക്കിതാ ഏകദേശം ഈ രൂപത്തിലായി കിട്ടും. അതിനൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്ക് വേണ്ടത് വൈറ്റ് ഗ്ലൂ ആണ്. അപ്പോൾ ഞാനിവിടെ ഫെവിക്കോളാണ് എടുക്കുന്നത്. ഇത് നമ്മൾ നേരത്തെ എടുത്ത കോൺഫ്ലോറിൻ്റെ അതേ അളവിൽ തന്നെ എടുക്കണം. അപ്പോൾ ഒരു 1 ടേബിൾ സ്പൂൺ ഞാൻ എടുക്കുകയാണ്. ഇനി നമ്മളിതിനെ നന്നായി കുഴച്ചെടുക്കണം. ഒരു മിനിമം 5 മിനിറ്റെങ്കിലും നന്നായി കുഴയ്ക്കണം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കില്ലേ, അതുപോലെ നന്നായി നീഡ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനതാ ഒരു 5-6 മിനിറ്റോളം ഇത് നന്നായി കുഴച്ചു. അങ്ങനെ നമ്മുടെ പേപ്പർ ക്ലേ ഇവിടെ റെഡിയായി. ഇനി നമുക്ക് വേണ്ടത് ഒരു കാർഡ്ബോർഡാണ്. അപ്പോൾ കാർഡ്ബോർഡ് എടുക്കുക. നമുക്ക് ഏത് ഷേപ്പിലുള്ള ഷോ പീസ് വേണമെങ്കിലും വരയ്ക്കാം. ഞാനിപ്പോൾ ഒരു ഹാർട്ട് ഷേപ്പാണ് ഇവിടെ വരച്ച് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഷേപ്പിലുള്ളത് വേണോ അത് നിങ്ങൾ ഈ കാർഡ്ബോർഡിൽ വരച്ചെടുക്കുക. അങ്ങനത്തെ ഒരു 2 പീസ് വരയ്ക്കണം. എന്താണെന്ന് വെച്ചാൽ ഞാൻ എടുത്ത ഈ കാർഡ്ബോർഡ് അത്ര കട്ടിയുള്ളതല്ല. നിങ്ങൾ എടുക്കുന്ന കാർഡ്ബോർഡിന് നല്ല കട്ടി ഉണ്ടെങ്കിൽ 2 ഒന്നും വേണ്ട. അതിനുശേഷം അതിങ്ങനെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഈ കട്ട് ചെയ്തെടുത്ത കാർഡ്ബോർഡ് 2 കൂടി ഒന്നിച്ച് വെച്ച് പേസ്റ്റ് ചെയ്യാണ്. അതിനുശേഷം നമ്മൾ മുകളിലെ കാർഡ്ബോർഡിൽ ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് നമ്മുടെ പേപ്പർ ക്ലേ ഒട്ടിക്കാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് ആദ്യം ഗ്ലൂ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മളിത് പേപ്പർ ക്ലേ എടുത്ത് ഓരോന്നായി ഒട്ടിക്കും. അപ്പോൾ ഞാനിതിവിടെ ഒരു ഭാഗം ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി ഈ ഒരു ഭാഗം നന്നായി ഉണങ്ങുന്നതിന് ശേഷം മാത്രമേ ഇതിൻ്റെ ബാക്കിൽ നമ്മൾ ഒട്ടിക്കാൻ പറ്റുള്ളൂ. എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഇത് നമ്മൾ തിരിച്ചിടുമ്പോൾ അത് ചിലപ്പോൾ അടർന്ന് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് നന്നായി ഉണങ്ങട്ടെ. പിന്നെ നിങ്ങളിത് പേപ്പർ ക്ലേ ഒട്ടിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഏകദേശം കനം എല്ലായിടത്തും ഒരേപോലെ ആവാൻ ശ്രദ്ധിക്കണം. അത്രേ ചെയ്യാനുള്ളൂ. ഇനി ഇത് നന്നായി ഉണക്കുക. അതിനുശേഷം അതിൻ്റെ മറുപുറത്തും ഇതേപോലെ തന്നെ നമ്മൾ പേപ്പർ ക്ലേ ഒട്ടിച്ചു കൊടുക്കുക. അപ്പം ഞാൻ 2 ദിവസമൊക്കെ എടുത്താണ് ഇത് ഉണക്കിയത്. അധികം വെയിലൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു വിധത്തിൽ ഇത് ഉണങ്ങി കിട്ടി. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് നോക്കാം. ഇനി വേണ്ടത് നമുക്ക് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആണ്. ഇത് നമ്മൾ പെയിൻറ് കടയിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. അധികം വിലയൊന്നുമില്ല. 1 കിലോന് 20 രൂപയേ ഉള്ളൂ.
അപ്പോൾ അത് നമ്മൾ കുറച്ചെടുക്കുക, വെള്ളത്തിൽ മിക്സ് ചെയ്യാം. എന്തുകൊണ്ടാണ് ഈ പൗഡറിനെ പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്ന് വിളിക്കുന്നതെന്ന് അറിയോ? നമ്മൾ ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഒരു ജിപ്സം സ്റ്റോൺ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുള്ള റോ മെറ്റീരിയൽ നമ്മുടെ പാരീസിൻ്റെ സമീപ പ്രദേശത്തു നിന്നാണ് കൂടുതലും കളക്ട് ചെയ്തിരുന്നത് പണ്ട്. അതുകൊണ്ടാണ് ഇത് പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്ന് അറിയപ്പെടാൻ തുടങ്ങി. ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസ് നല്ല വെള്ളമൊഴിച്ച് മിക്സ് ചെയ്യണം. അതായത് നമ്മൾ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഒരു ദോശമാവിൻ്റെയൊക്കെ പരുവത്തിൽ, കുറച്ചുകൂടി വെള്ളം കൂടിപ്പോയാലും കുഴപ്പമില്ല, ഇത് പെട്ടെന്ന് സെറ്റാവും. എന്നിട്ട് നമ്മൾ ആദ്യം ചെയ്ത് വെച്ച ഈ ഇതിൽ നമ്മുടെ ഈ ഷോ പീസിൻ്റെ ഈ പേപ്പർ ഒട്ടിച്ച സംഭവത്തിൽ ഇത് നല്ല തിക്കായി തേച്ച് പിടിപ്പിക്കണം. നല്ല തിക്കായി തേച്ച് പിടിപ്പിച്ചാൽ പിന്നെ നമുക്കത് നന്നായി ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പം നമ്മുടെ ഒരു ഷോ പീസിൻ്റെ ഒരു 80% കംപ്ലീറ്റ് ആയി. ഇത് ഞാൻ ഒരു ദിവസം ഫുൾ എടുത്തിട്ടാണ് ഇത് ഉണങ്ങി കിട്ടിയത്. ഇനി നമുക്ക് സാൻഡ് പേപ്പർ വേണം. ഇത് നമുക്ക് പെയിൻറ്റ് ഷോപ്പിൽ നിന്ന് തന്നെ കിട്ടും. ഇത് വെച്ച് നമ്മൾ ഈ ഷോ പീസ് നന്നായി ഉരച്ച് ഷേപ്പ് ചെയ്യാം. ഇനി നമുക്കിത് പെയിൻറ്റ് ചെയ്യാം. ഞാനിപ്പോൾ റെഡ് പെയിൻറ്റ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. എൻ്റെ അടുത്ത് പെയിൻറ്റ് ഉണ്ട്. നിങ്ങളുടെ കയ്യിൽ അക്രൈലിക് കളേഴ്സ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്താലും മതി. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് വാർണിഷും കൂടി അടിച്ചാൽ നന്നായിരിക്കും. ഞാൻ വാർണിഷ് യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതാ എൻ്റെ ഷോ പീസ് ഇവിടെ റെഡിയായി. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ വേഗം ന്യൂസ് പേപ്പർ എടുക്കുക, ഇതുപോലെ ക്ലേ ഉണ്ടാക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷോ പീസ് നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ വേറൊരു അടിപൊളി ഐഡിയ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.